അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസുഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വഴിയോരങ്ങളിൽ പലപ്പോഴും കച്ചവടങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു കോഴിമുട്ട വഴിയിൽ വിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അയാളെ കണ്ടു. അപ്പോൾ അയാളുടെ കോഴിമുട്ടയ്ക്ക് വില ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഒരു കോഴിമുട്ടയ്ക്ക് 6 രൂപ വില വരും എന്ന് പറഞ്ഞു. അപ്പോൾ 6 രൂപ വില വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? 10 രൂപ, ഇപ്പോൾ 10 പീസ് എടുക്കുമ്പോൾ 60 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ 60 രൂപ തരും, എനിക്ക് 12 പീസ് വേണം, അല്ലെങ്കിൽ എനിക്ക് 11 പീസ് വേണം എന്ന് പറഞ്ഞു എന്ന് വെക്കും. അപ്പോൾ നമ്മൾ അയാൾ ബാർഗെയിൻ ചെയ്ത് ഒരു പീസ് അധികം വാങ്ങിച്ചു. അപ്പോൾ അധികം വാങ്ങിക്കുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും? ഒരു 6 രൂപ നഷ്ടം വരും. ഒരു സാധാരണ ഒരു ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾ ആ 6 രൂപ നമ്മൾ കൈവശപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വിജയിച്ച കച്ചവടം ചെയ്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് നടക്കും. എന്നാൽ നമ്മളൊരു ഹോട്ടലിൽ കയറുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഭക്ഷണത്തിന് നമ്മൾ വില പോലും ചോദിക്കണില്ല. നമ്മൾ അവരെത്രയാണോ ബില്ലിടുന്നത് ആ ബില്ല് നമ്മൾ വാങ്ങിക്കുന്നു. മാത്രമല്ല പല ആളുകളും എന്ത് ചെയ്യുന്നു? അതിനൊരു ടിപ്പ് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുന്നു? 20 രൂപയോ 30 രൂപയോ ഒക്കെ അധികം കൊടുക്കുന്നു. ഇവിടെ നമ്മൾ നൽകുന്നത് ഒരു പക്ഷേ ഒരു വലിയ നല്ലൊരു ഹോട്ടൽ ബിസിനസ് നടത്തുന്ന വളരെ സമ്പന്നനായ ഒരു വ്യക്തിക്ക് നമ്മളൊരു ബാർഗെയിൻ ചെയ്യാതെ അയാൾക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ലാവിഷായിട്ട് പണം കൊടുക്കുന്നു. എന്നാൽ കേവലം ഒരു വൈകുന്നേരം ഒരു 500 രൂപ സമ്പാദിക്കാൻ വേണ്ടി പൊരി വെയിലത്ത് പരസ്യമായി ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ഒരാളിൽ നിന്ന് 5 രൂപ വാങ്ങി നമ്മൾ വലിയ ലാഭം കിട്ടിയതുപോലെ നടന്നു പോവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു മനോഭാവത്തിന് ഒരു മാറ്റം വരേണ്ടതല്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം അധ്വാനിക്കുന്ന ആളുകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. സത്യം പറയുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അയാളെത്തുന്ന കോഴിമുട്ട വാങ്ങിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ അയാൾക്കൊരു 100 രൂപ നമ്മൾ കൊടുത്തിട്ട് അയാൾ 60 രൂപ എടുത്ത് ബാക്കി 40 രൂപ തരുമ്പോൾ ഒരു 20 രൂപ അയാൾക്ക് തന്നെ അങ്ങോട്ട് തിരികെ കൊടുക്കുമ്പോൾ അത് അയാൾക്കൊരു സർപ്രൈസായിരിക്കും. നമ്മൾ എന്തിനാണ് ഈ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരിൽ നിന്ന് ഈ 5 രൂപയും 10 രൂപയൊക്കെ പിശുക്കി പറഞ്ഞ് വാങ്ങേണ്ട കാര്യം എന്താണെന്നാണ്. അപ്പോൾ വലിയൊരു ദൈവവിശ്വാസവും ഒന്നുമില്ലാത്ത ഒരു സ്ത്രീ അവർക്ക് ആളുകൾക്ക് ഡൊണേഷൻ സംഭാവന കൊടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു, പൊതുവെ ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു കലക്ഷന് വേണ്ടി വരുന്ന ആളുകൾക്ക് വലിയ ഹ്യൂജ് എമൗണ്ടൊന്നും ഞാൻ കൊടുക്കലില്ല. ഞാൻ പലപ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യാറുള്ളത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലുമൊക്കെ ചെറിയ കച്ചവടക്കാരൊക്കെ ആയ ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടി അവരൊരു 2 രൂപ 3 രൂപ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ഒരു 500 രൂപയൊക്കെ അവർക്കാണ് കൊടുക്കും. അപ്പോൾ അയാൾക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും, എവിടുന്നാണ് ഈ പൈസ എങ്ങനെ തരാമെന്ന്. അത് നിങ്ങളെടുത്തോളൂ, ഞാൻ ഇഷ്ടത്തോടെ തരാണ് എന്ന് പറഞ്ഞാൽ അവർക്കത് വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വിശ്വസ്തമായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിൽപ്പനയ്ക്ക് വരുന്ന ആളുകളുണ്ടാവും. നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളാണെങ്കിൽ കുറച്ച് വില കൂടിയാലും അവരുടെ ഒരു ഉപജീവനമാണെന്ന നിലക്ക് നമ്മളത് കൊടുക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ഇവിടെ കച്ചവടക്കാരുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങളും നമ്മൾ ഈ സമയത്ത് പറയണം. ഇപ്പോൾ ചില സാധനങ്ങൾ എന്ത് ചെയ്യും? 100 രൂപക്ക് 4 കിലോ 5 കിലോ ഒക്കെ പറഞ്ഞ് വിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഉദാഹരണം പറയുന്നത് ഇപ്പോൾ ഒരു ക്യാരറ്റ് അതിപ്പോൾ ഒരു ലോഡിൽ കൊണ്ടുവന്നിട്ട് ഒരാൾ വിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറയാണ് 100 രൂപക്ക് 5 കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം 20 രൂപയാണ് കിലോത്തിന് വരുന്നുള്ളൂ. അതേ സമയത്ത് പുറത്ത് ക്യാരറ്റ് വാങ്ങണമെങ്കിൽ 60 രൂപ കിലോക്ക് കൊടുക്കേണ്ട സമയത്താണ് ഒരു പക്ഷേ ഈ 20 രൂപക്ക് നമുക്കൊരു കിലോ കിട്ടുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? വലിയൊരു ലാഭം എന്ന നിലക്കത് വാങ്ങും. ശരിക്കും നമ്മൾ 5 കിലോക്ക് ആവശ്യക്കാരല്ല, 5 കിലോ നമുക്ക് ആവശ്യമില്ല. എന്നിട്ടും 5 കിലോ നമ്മൾ എന്ത് ചെയ്യും? ഈ ആദായം കാണുമ്പോൾ നമ്മൾ വാങ്ങും. അപ്പോൾ ഇവരും എന്താണ്? ഈ വലിയ സംഖ്യ വിറ്റ് പോകുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ 1.5 കിലോ 2 കിലോ 3 കിലോ എന്നൊക്കെ പറഞ്ഞത് ആവട്ടെ. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിൽ തിരഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ 1 കിലോ പോലും നമുക്ക് കിട്ടില്ല. 1 കിലോ ശരിക്കും നമുക്ക് എന്ത് ചെയ്യണം? ഏറ്റവും നല്ലത് എന്ത് ചെയ്യണം? ചുരുങ്ങിയതിൽ 1.5 കിലോ എങ്കിലും കിട്ടിയെങ്കിലേ നമുക്കിത് മുതലാവുള്ളൂ. കാരണം 1.5 കിലോ നല്ല ക്യാരറ്റ് വാങ്ങുന്ന പണത്തിലാണ് നമ്മൾ ഈ 5 കിലോ വാങ്ങുന്നത്.
എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയാൽ അത് അങ്ങനെ തന്നെ നമുക്ക് വെറുതെ പിന്നെ കളയേണ്ടി വരും. അപ്പോൾ ആ 100 രൂപ വെറുതെ നമുക്ക് പാഴായി പോകും. ഇപ്പോൾ സത്യത്തിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി നല്ല സാധനങ്ങളും ചീത്തങ്ങളും മിക്സ് ചെയ്തിട്ട് അത് വില കുറച്ച് കൊടുക്കുകയാണ്. കാരണം ഇവർക്ക് വാടകയില്ല, ഇവർക്ക് യാതൊരു ചിലവുമില്ല, വെറുതെ റോഡ് സൈഡിൽ ഒരു മേശ വെച്ചിട്ട് അവരവിടെ കച്ചവടം ചെയ്യുകയാണ്. അപ്പോൾ ആ കച്ചവടം ചെയ്യുമ്പോൾ അവർക്കൊരു നോർമൽ ലാഭം എടുത്താൽ തന്നെ അവിടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കും. ആ സമയത്ത് നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ മിക്സ് ചെയ്ത് ആളുകളെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാണ്. മാത്രമല്ല അവർക്ക് ആ കിട്ടുന്ന പണത്തിൽ ഒരു ബർക്കത്തും അവർക്കുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ കച്ചവടം ചെയ്യുന്ന ആളുകളും വാങ്ങുന്ന ആളുകളും നമ്മൾ ആരിൽ നിന്ന് വാങ്ങുന്നോ അവരെ നമുക്കൊന്ന് പരിഗണിക്കാനും, നമ്മൾ ആർക്ക് വിൽക്കുന്നുവോ അവരെ നമ്മളൊന്ന് പരിഗണിക്കാനും തയ്യാറാവണം. സത്യത്തിൽ ഈ റോഡ് സൈഡിൽ പറ്റിക്കപ്പെടുന്ന അധിക കസ്റ്റമേഴ്സും ആരാന്ന് വെച്ചാൽ ജീവിക്കാൻ വലിയ നിവൃത്തില്ലാത്ത ചെറിയ സംഖ്യ കൊണ്ട് ജീവിതകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ് വലിയ തോതിൽ ഇവർ പറ്റിക്കുന്നത്. ഈ കൊണ്ടുപോകുന്ന സാധനം വീട്ടിൽ ഉപകാരപ്പെടാത്തതായിട്ട് പിന്നെ അവർക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അധ്വാനിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ സഹായിക്കുവാനും തയ്യാറാവുക. ഒരിക്കലും മറ്റൊരാളെ നമ്മൾ ചൂഷണം ചെയ്യാതിരിക്കുക. അവരുടെ അറിവില്ലായ്മ നമ്മൾ എന്ത് ചെയ്യുക, പറ്റിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ശരിയായ സത്യസന്ധത പാലിക്കുമ്പോൾ മാത്രമേ നമ്മുടെ സമ്പത്തിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് തരൂ. നമ്മുടെ എല്ലാ ജീവിത കാര്യങ്ങളും അള്ളാഹു നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ.